നമ്മളെല്ലാവരും വലിയ സന്തോഷത്തോടെ ഏറ്റെടുത്തൊരു വിധി കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ആദ്യ ട്രാൻസ്ജെൻഡർ ദമ്പതികൾ, മാതാപിതാക്കൾ സിയയും സഹദും അവരുടെ കുഞ്ഞ് സബിയയും, അവർക്ക് സബിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്ന് പ്രത്യേകം നൽകാതെ മാതാപിതാക്കൾ എന്ന നൽകണമെന്ന സിയയുടെയും സഹദിന്റെയും ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചത് ഇന്നലെയാണ്. ഈ ചരിത്ര വിധിയുടെ സന്തോഷത്തിലാണ് ഇന്ന് ഈ കുടുംബം, ഈ ചെറിയ കുടുംബമുള്ളത്. നമുക്കൊപ്പം ഇന്ന് സിയ ചേരുകയാണ്. സിയ, വലിയ സന്തോഷത്തോടെ ന്യൂസ് 3യിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. വലിയൊരു പോരാട്ടം നടത്തേണ്ടി വന്നു കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ എന്ന് എഴുതാൻ, അങ്ങനെ ഒരു രേഖാമൂലം ഉള്ള എഴുത്ത് വരാനായി. എങ്ങനെയായിരുന്നു ആ പോരാട്ടത്തിൻ്റെ ഒരു കാര്യം ഞങ്ങളോട് പങ്കുവെക്കുകയാണെങ്കിൽ? തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ്. മാത്രമല്ല, ഇതിൻ്റെ ഒരു ജേണി തുടങ്ങുന്നതെന്ന് വെച്ചാൽ 2 വർഷം മുന്നെയാണ്. 2023 ഫെബ്രുവരി 8-നാണ് ബിയുടെ ജനനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടുന്ന് ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ കോഴിക്കോട് കോർപ്പറേഷനിലാണ് നമ്മുടെ പരിധി വരുന്നത്. ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിൽ നമ്മൾ അപ്ലൈ ചെയ്തു. പക്ഷേ ആ സമയത്തെ നമ്മൾ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഫാദർ എന്നുള്ള സ്ഥാനത്ത് സഹദിൻ്റെ പേരും അമ്മ എന്നുള്ള സ്ഥാനത്ത് എൻ്റെ പേരും വരണമെന്നായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ സാധിക്കില്ല എന്ന് അവരുടെ മറുപടി കാരണം അവർ പറഞ്ഞു, ഫാദറിൻ്റെ സ്ഥാനത്ത് സിയയുടെ പേര് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ട്രാൻസ്ജെൻഡർ എന്ന് കൊടുക്കുക, അമ്മയുടെ സ്ഥാനത്ത് ഡെലിവറി ചെയ്ത ആൾ സഹദായതുകൊണ്ട് സഹദിൻ്റെ പേരിന് നേരെ ട്രാൻസ്ജെൻഡർ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അവർ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയും ചെയ്തു. നമുക്ക് അങ്ങനെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കോഴിക്കോട് കോർപ്പറേഷൻ അപ്രൂവ് ചെയ്തു. പക്ഷേ ഞങ്ങളത് കയ്യിൽ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് എന്തായാലും കേസുമായിട്ട് അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുക എന്നുള്ളൊരു ഇതിൻ്റെ പുറത്താണ് നമ്മൾ അഡ്വക്കേറ്റ് പത്മാലക്ഷ്മിയെ മാമിനെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തു. മാം ഞങ്ങളെ നല്ലൊരു രീതിയിൽ ഞങ്ങൾ ഇതിന് സഹായിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് നേരം വെളുത്തപ്പോൾ തന്നെ നല്ലൊരു സന്തോഷ വാർത്തയാണ് ഞങ്ങളെ തേടിയെത്തിയത്. ഏറ്റവും സന്തോഷം പത്മ തന്നെ ആ കേസ് വാദിച്ചു എന്നുള്ളതാണ് അല്ലേ? ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാൾ, ആദ്യത്തെ വക്കീൽ അല്ലേ? അപ്പൊ അങ്ങനെ പ്രത്യേകതകൾ ഒരുപാടുണ്ടായിരുന്നു കേസിന്. കേട്ടപ്പോ ആദ്യം പത്മ എന്താണ് പറഞ്ഞത്? നമുക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റും തന്നെ ഒരു ആത്മവിശ്വാസം അന്നേ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് തുടക്കത്തിലെ മാം ഞങ്ങൾക്കൊരു ഭയങ്കര ഇത് തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കിത് വിജയിക്കാം, നമ്മളിത് നേടിയെടുക്കും ചെയ്യാം, ഒരിക്കലും പിന്നോട്ട് മാറണ്ട, നമുക്ക് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ വെച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാം, എവിടെ വേണമെങ്കിലും ഞാൻ പോയി വാദിച്ചോളാം, നിയമപരമായിട്ട് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ആള് സ്വയം ഏറ്റെടുത്തൊരു കേസാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വക്കീല് നമുക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു തന്നു എന്ന് വേണം പറയാനായിട്ട്. ഒരു വക്കീൽ ഫീസോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കാതെയാണ് മാം ഇത് വാദിച്ച് വിജയിപ്പിച്ച് തന്നിരിക്കുന്നത്. ആ ഒരു വിധി വന്നപ്പോഴേ ഉള്ള ഒരു സന്തോഷമാണ്. കാരണം സബിയയുടെ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തന്നെ നിങ്ങൾ വിചാരിച്ചതുപോലെ മാതാപിതാക്കളായി വന്നപ്പോൾ ഉള്ളൊരു സന്തോഷം എങ്ങനെയായിരുന്നു? സഹദും കൂടി ഇന്ന് വരാനിരുന്നതാണ്, പ്രത്യേക സാഹചര്യത്തിൽ ഒഴിവായി പോയതാണ്. എങ്ങനെയായിരുന്നു സഹദും സിയൊക്കെ അത് ആഘോഷിച്ചത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സെന്തായിരുന്നു അപ്പോൾ? അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അത്. കാരണം നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ നേടിയെടുത്തു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് അത് കിട്ടി. അത് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഭാഗം, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്കത് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അല്ലേ? അപ്പോൾ അത് അങ്ങനെ ഒരു ന്യൂസ് നമ്മൾ കേട്ടപ്പോൾ തന്നെ എന്താ പറയുക, കരയണോ ചിരിക്കണോ സന്തോഷിക്കണോ വല്ലാത്തൊരു ഫീലിങ്സിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അത് എന്തായാലും അത് കിട്ടിയില്ല, ഒത്തിരി സന്തോഷം. അതിന് കൂടെ നിന്ന് എല്ലാവരോടും നന്ദി മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഞാനൊരു ചെറിയ കുടുംബം എന്ന് നിങ്ങളെ മാത്രം 3 പേരെ ഒതുക്കി പറഞ്ഞെങ്കിലും ഇതൊരു ചെറിയ കുടുംബത്തിന്റെ സന്തോഷമല്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഞങ്ങൾ കാണുന്നത് നിങ്ങളുടെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ്. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ കൊണ്ട് എപ്പോഴും ഒരു ചുറ്റിനും കുറേ ആളുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് സബിയ കുഞ്ഞിന്റെ ജനനം മുതൽ അല്ലെ, ആ ഫോട്ടോഷൂട്ട് മുതൽ ഇങ്ങോട്ട് 2 വയസ്സ് ഇപ്പൊ കഴിഞ്ഞു. അപ്പൊ ആ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നമ്മൾ കണ്ടതാണ്. മൊത്തത്തിൽ ലൈഫ് ഒരു സെലിബ്രേഷൻ ആ രീതിയിലേക്ക് മാറിയോ? തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് തന്നെ വലിയൊരു എന്താ പറയാ, ഒരു കൈത്താങ്ങ് പോലെയാണ് ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ ഒരു വിധി എന്ന് പറയുന്നത്. നമുക്ക് ഇനിയും നമുക്ക് മാത്രം ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ തരുമായിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ ഇനിയും ആരെങ്കിലും ഇതുപോലെ ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുകയോ ചെയ്യുന്നവർ വീണ്ടും ഞങ്ങൾ പോയ ഇതുപോലെ ഈ ഒരു വഴിയിലൂടെ പാതയിലൂടെ അവർ വീണ്ടും തിരിഞ്ഞു നടക്കേണ്ടി വന്നതിന്. ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊരു നിയമം പോലെ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കൂടിയാണ് ഞങ്ങളിത് ഹൈക്കോടതിയിൽ വരെ പോയിട്ട് ഇതിനെ കേസ് ഇങ്ങനെ കൊടുത്തിട്ട്
ഇതിനെ വിജയിപ്പിച്ചെടുത്തത് എന്ന് വേണം പറയാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വലിയൊരു പോരാട്ടമാണ്. കാരണം സിയുടെയും സഹദിന്റെ ഒരു ഫോളോവർ എന്ന നിലയിൽ എനിക്കറിയാവുന്നത് ആദ്യം മുതലേതുള്ള ഒരു കഥ എപ്പോഴും ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളുടെ എങ്ങനെ കുറേ കൗതുകങ്ങളുണ്ട്. അപ്പോൾ സഹദ് ഈ താഴേക്കുള്ള സർജറി ചെയ്യുന്നതിന് അല്ലെ മുൻപാണ് കുഞ്ഞാകാം എന്ന് നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ തീരുമാനം തന്നെ വളരെ നിർണായകമാണ്. ആ തീരുമാനം എടുത്തപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ്, എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്നൊക്കെ അടക്കമുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ സബിയ കുഞ്ഞിങ് വന്നതോടെ നമുക്ക് ആ ഒരു ടെൻഷനൊക്കെ മാറി വലിയ സന്തോഷത്തിലേക്ക് നിങ്ങൾക്കൊപ്പം ഞങ്ങളും മാറി. ഇപ്പോൾ ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യവും ഒഴിഞ്ഞതോടെ ഈ പറഞ്ഞതുപോലെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഇനിയും ഇങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾക്കും നിങ്ങളുടെ വഴിയെ നടക്കാമെന്നൊരു ഉറപ്പാണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ചിരുന്നു സിയ? എന്നെ പേഴ്സണലി ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സിയ, പക്ഷെ ഞങ്ങളെ കൊണ്ട് സാധിക്കാതെ പോയതാണ്, നിന്നിലൂടെ നീ സാധിപ്പിച്ചെടുത്തത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളെടുത്തൊരു എഫേർട്ട്, കാരണം ആരും മടിക്കും, സ്വതവേ സമൂഹത്തിനെ പേടിച്ചിട്ടാണ് എല്ലാവരും പിന്മാറുന്നത് ഈ ഒരു കാര്യത്തിൽ. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഞങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് ട്രാൻസിൻ്റെ ലൈഫ് എന്ന് പറയുമ്പം സമൂഹത്തിലുള്ള ആളുകൾ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, ഒരു നിശ്ചിത തൊഴിൽ ചെയ്യുന്ന ആളുകൾ എന്നുള്ളൊരു ലേബലാണ് ട്രാൻസ് ഒരു കമ്മ്യൂണിറ്റിക്കുള്ളത് പൊതുവേ. അപ്പം അതിൽ നിന്നും, അല്ലെങ്കിൽ ഒരു ജനനം, അങ്ങനെ ഒരു തൊഴിൽ, ഒരു മരണം എന്നതിലുപരി ഞങ്ങൾക്കൊരു തലമുറ വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ലൈഫ് വേണം, ഞങ്ങൾക്കത് എൻജോയ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇതിന് മുന്നേ ഞാൻ ഈ കാര്യം സഹദിൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് സഹദ് ഒട്ടും വില്ലിങ് ആയിരുന്നില്ല ഈ ഒരു കാര്യത്തിന്. ആ സാഹചര്യത്തിൽ ഞങ്ങൾ വേറെ പല മാർഗങ്ങളും ഞങ്ങൾ നോക്കി. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് പേര് ഇപ്പം അഡോപ്ഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതും പോസിബിൾ അല്ല എന്നുള്ളത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയ സമയത്താണ് ഇത് തന്നെ പോസിബിൾ ഉള്ളൂ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നതും. നമ്മുടെ നിർമ്മല ഹോസ്പിറ്റലിൽ പോയിട്ട് എൻ്റെ തന്നെ ഒരു ഡാൻസ് ക്ലാസ്സിലൊരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മയായിരുന്നു ഞങ്ങളെ കൺസൾട്ട് ചെയ്തത്. അപ്പം മാമാണ് ഇതിൻ്റെ വശങ്ങളെല്ലാം പറഞ്ഞു തന്ന് ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്നത്. അതിന് ആ ഡോക്ടേഴ്സിനോടും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനോടൊക്കെ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അത്രയും നന്ദി അവരോട് ഞങ്ങൾ പറയണം. കാരണം ഞങ്ങൾക്ക് ബാക്കിയുള്ളവരെക്കാളും ആശങ്ക ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പല സർജറികളും കഴിഞ്ഞ ആളുകളായിരുന്നു ആ സമയത്ത്. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഞങ്ങളുടെ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞങ്ങളുടെ കുഞ്ഞിന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു തീരാ വേദന ലൈഫ് ലോങ് ആയി മാറും ചെയ്യും. അപ്പം അങ്ങനെ ഒരു കാര്യത്തിൽ നല്ല പേടിയുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ചിട്ട് ബിയമോൾക്ക് ഒരു കുറവുമില്ല ഇതുവരെ, എല്ലാം കൊണ്ടും അവൾ ഓക്കെയാണ്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, മിടുക്കിയായിട്ട് സബിയക്കുട്ടി വളർന്നു വരട്ടെ. അതിന് ഇടയ്ക്ക് ഒന്ന് പറയാനുള്ളത്, നമ്മൾ ഈ സബിയമോളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബാലാവകാശ കമ്മീഷൻ നിയമമൊക്കെ വളരെ ശക്തമായതുകൊണ്ട് തന്നെ സിയുടെയും സഹദിൻ്റെയും ഒക്കെ അനുവാദത്തോടെയാണ് സബിയയുടെ ദൃശ്യങ്ങൾ ഞങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രശ്നമൊന്നും ഇല്ല എന്ന് മാതാപിതാക്കളുടെ ഉറപ്പ് നേടിയ ശേഷമാണ് സബിയ കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ചോദിക്കാനുള്ളത്, ഈ സർജറിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോഴും പല ആളുകളും ഈ പൂർണ്ണമായും എന്താണ് ഒരു ട്രാൻസ് വുമൻ ആണോ അല്ലെങ്കിൽ ട്രാൻസ്മെൻ ആണോ ആകാനുള്ളത്, അവരതിലേക്ക് മാനസികമായി എത്തുന്നുണ്ടാകും, പക്ഷെ ശാരീരികമായി എത്താൻ ഒരുപാട് കടമ്പകളുണ്ട്. ആ കടമ്പകൾക്ക് മുൻപ് എൻ്റേതായ ഒരു കുഞ്ഞ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ അവർക്ക് ഒരു മാതൃകയാണ് നിങ്ങൾ. അതായത് ഇനി നമുക്കിപ്പോൾ അഡോപ്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അഡോപ്ഷൻ നല്ലതാണ്, എങ്കിലോ അതിനപ്പുറത്തേക്ക് സിയ പറഞ്ഞതുപോലെ നമ്മുടേതായ ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിന് മറ്റാരും അവകാശികളില്ലാത്ത നമ്മുടേതായ കുഞ്ഞ്. ആ കാര്യത്തിൽ ആ രീതിയിൽ ആരെങ്കിലുമൊക്കെ സമീപിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ നേരത്തെ ആ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. സിയയിലേക്ക് എത്തിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് ഈ സർജറിക്ക് മുൻപ്, പ്രത്യേകിച്ച് അപ്പർ ബോഡി അല്ലെങ്കിൽ ലോവർ ബോഡി സർജറിക്ക് മുൻപ് എനിക്ക് ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ ശീതീകരിച്ച് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കൊരു അച്ഛനാകണം അല്ലെങ്കിൽ എനിക്കൊരു അമ്മയാകണം എന്നുണ്ടെങ്കിൽ, ഞാനൊരു ട്രാൻസ് പേഴ്സൺ ആണ് അല്ലെങ്കിൽ അടുത്ത ലിംഗത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പോലും എനിക്ക് അതിലേക്ക് ഒന്ന് റിസർവ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. സിയക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഉണ്ട്, ഞാൻ പറഞ്ഞു, അത് എന്നോട് അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ആഗ്രഹമുള്ള ആളുകളോട് ഒരു കാര്യമേ പറയാനുള്ളൂ. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഡിസിഷനാണ്. അത് നമുക്കത്
പിന്നീട് പിറകോട്ട് ചിന്തിക്കുമ്പം നമ്മുടെ ലൈഫ് പോലെ തന്നെ അതൊരു തെറ്റായി പോയി അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും. ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, അത് നോർമലി ഉള്ള ആളുകൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനൊരു നോട്ടീസ് ചെയ്യപ്പെടുന്നാത്തൊരു കാലമാണ്. നേരെ മറിച്ച് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള എല്ലാവരെയും ബാധിക്കുന്ന രീതിയിൽ സംസാരങ്ങൾ വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് എന്നുള്ള ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ലൈഫ് ലോങ് ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും എന്ന് ത്രാണിയുള്ള ആളുകൾ മാത്രമേ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ എന്ന് തുടക്കം മുതലേ ഞാൻ എല്ലാ ഇൻ്റർവ്യൂകളിലും ന്യൂസുകളിലൊക്കെ ഞാൻ പറയുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾ എന്നോട് സമീപിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ തോട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് ലോങ് ആ കുഞ്ഞിനെ നോക്കി നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതിന് മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ട്രീറ്റ് ആ കുഞ്ഞിന് കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനത്തെ ഡിസിഷൻ എടുക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സിയ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ അതേറെയാണ്. നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും വലിയ വെല്ലുവിളികൾ നിറഞ്ഞൊരു ജീവിതം. പ്രത്യേകിച്ച് ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് വഴക്കും വലിയ വിവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതായത് വേഷം കെട്ടൽ അതുപോലെ അല്ല, വേഷം കെട്ട് നടക്കുന്നതല്ല ഈ ട്രാൻസ് വ്യക്തിത്വം എന്ന് പറയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ചർച്ചകൾ കമ്മ്യൂണിറ്റിക്കുള്ളിലും വെളിയിലും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ? പൊതുവേ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഒതുങ്ങിക്കൂടുന്ന ഒരാളാണ്. ഞാൻ പൊതുവേ സമൂഹത്തിലോട്ട് ഇറങ്ങാറില്ല, അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലോട്ടും ഞാൻ അധികം ഇറങ്ങാത്തൊരാളാണ്. പക്ഷേ ഞാൻ ചെല്ലേണ്ട ഇടങ്ങളിൽ ഞാൻ ചെല്ലുന്നുണ്ട്. ഞാൻ പറയേണ്ട സ്ഥലങ്ങളിൽ എനിക്ക് പറയേണ്ട ശബ്ദം ഉയർത്തേണ്ട സ്ഥലത്ത് ഞാൻ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതൽ BA വന്നതിന് ശേഷം ഞങ്ങളുടെ ഒരു ലോകത്തിലാണ്. ആയതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള ഒരു പ്രശ്നങ്ങൾക്കും ഞാൻ തല കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള വിശദമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ എന്നെ കൊണ്ട്. പക്ഷെ നേരത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെ വരുന്നവരോട് പറഞ്ഞല്ലോ, അവിടെ സാധാരണ ഒരു മാതാപിതാക്കൾക്ക് അപ്പുറത്തേക്ക് ഒന്നിച്ചു നിൽക്കേണ്ട, ഇപ്പൊ സിംഗിൾ പാരന്റ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പോ സിയയും സഹദും ഒന്നിച്ചു നിന്നാലേ സഭയുള്ളൂ എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഇനി വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുമ്പോൾ മറിച്ചൊന്ന് ആലോചിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. നമ്മൾ പല കാര്യങ്ങളും സഹിക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും, പല കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അങ്ങനെയാണോ സിയ? സത്യം, തീർച്ചയായിട്ടും. കാരണം ഞാൻ വിചാരിച്ചതുപോലെ അല്ല ഇപ്പം ഞങ്ങളുടെ ലൈഫ് പോകുന്നത്, അതിനേക്കാൾ ഏറെ ഇതാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം ഞാൻ BA നോക്കുന്നത് പോലെ തന്നെ ആയിരിക്കുമല്ലോ നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നോക്കി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പം ആ ഒരു കഷ്ടപ്പാടും ആ ഒരു വേദനയൊക്കെ ഞാനിപ്പം മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഞാൻ വിചാരിക്കുന്നതിലപ്പുറമാണ് ഒരു എന്താ പറയുക കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ഏജ് എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഏജാണ് അവരുടേത്. അപ്പം ഞങ്ങളത് കാണുന്നുണ്ട്, ഞങ്ങളത് ആസ്വദിക്കുന്നുണ്ട്, നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കാരണം ഒരു കുഞ്ഞിനെ നമ്മൾ വലുതാക്കി എടുക്കുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല. അതെ, എനിക്ക് തോന്നി കമ്മ്യൂണിറ്റിയിൽ തന്നെ അമ്മ മകൾ ബന്ധം നിങ്ങൾ അങ്ങനെ വെക്കാറുണ്ടല്ലോ, എൻ്റെ മകൾ അമ്മ എന്നൊക്കെ വെക്കാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കുഞ്ഞ് വളർന്ന് വലുതായി അതിനൊപ്പം സഞ്ചരിക്കുക എന്ന് പറയുന്നത് ചെറിയ ജേർണി അല്ലെന്ന് എനിക്കും അറിയാം, സിയയ്ക്കും അറിയാം അല്ലെ? സിയ അപ്പൊ ഓരോ ഇപ്പൊ BAക്ക് എത്ര പ്രായം? 2 വയസ്സും 4 മാസം. ഗംഭീര പ്രായമാണ്. എങ്ങനെ ഓടി നടക്കുവോ? അയ്യോ, ആള് ഭയങ്കര കുരുത്തക്കട, ഭയങ്കര ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയം. നമ്മള് മാത്രമല്ല നമ്മുടെ വായുന്ന അബദ്ധത്തിൽ പോലും എന്തെങ്കിലും വന്നു പോയാൽ അത് ക്യാച്ച് ചെയ്ത് വെച്ച് പിന്നീട് അത് പറയുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് പോലും ഇപ്പൊ സഹദ് എന്നെ ഒന്ന് പോടി അങ്ങനെ പറഞ്ഞാൽ പോലും തീർച്ചയായിട്ടും. അപ്പം അവളടുത്ത് നമ്മൾ എന്തെങ്കിലും കാര്യം പറയുന്ന സമയത്ത് പൊടി എന്ന് അവൾ അതുവരെ പറയും. അവൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു പ്രായം എന്ന് പറയാം, അതാ ഞാൻ പറഞ്ഞത്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രായം. നമ്മളെ വായുന്ന അബദ്ധത്തിൽ പോലും അവരുടെ ഫ്രണ്ടിലൊന്നും വന്നു പോകരുത്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാ. അതായത് പാരന്റിങ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും രണ്ടുപേരും അല്ലേ? അയ്യോ, ഈ ജോലിയുടെ കാര്യം സിയും സഹദും വർക്കിംഗ് ആണ്. അപ്പൊ എങ്ങനെയാണ് മോളുടെ കാര്യങ്ങളൊക്കെ? BA ഇപ്പം സഹദിന്റെ അമ്മയുടെ കൂടെയാണ് കൂടുതൽ സമയം ഉണ്ടാവുന്നത്. കാരണം ഞാൻ കോഴിക്കോടായിരുന്നു, എനിക്ക് ഡാൻസ് ക്ലാസ് ആണ്. ഞാൻ എൻ്റെ ഗുരു ഡോക്ടർ ഹർഷൻ സെബാസ്റ്റ്യൻ ആൻ്റണി സാറിൻ്റെ കീഴിൽ തന്നെ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓം സ്കൂൾ ഓഫ് ഡാൻസ് കാലിക്കട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടെയായിരുന്നു. പക്ഷേ സഹദിന് ട്രിവാൻഡ്രത്തായിരുന്നു ജോലി. ആയതുകൊണ്ട് തന്നെ സഹദിൻ്റെ ഫാമിലിയൊക്കെ ട്രിവാൻഡ്രത്താണ്. അപ്പം കുഞ്ഞും സഹദ് ഇവിടെ ട്രിവാൻഡ്രത്തായിരുന്നു.
അപ്പം ഞാൻ കോഴിക്കോടാവുന്ന സമയത്ത് എനിക്ക് അവളുടെ കൂടെ ഒരുപാട് സമയം എനിക്ക് മിസ്സായിട്ടുണ്ട്. അതിലെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അവളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട്. ദൈവം സഹായിച്ച് എൻ്റെ ഗുരു ഇപ്പോൾ അതുകൊണ്ട് ട്രിവാൻഡ്രത്ത് പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ടാക്കി. നമ്മുടെ പേട്ടയിലെ ആനയറ ഭാഗത്ത് പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ടാക്കി. അപ്പം എന്നെ അവിടെ ടീച്ചറായിട്ട് നിയോഗിക്കാൻ ചെയ്തപ്പം എനിക്ക് ട്രിവാൻഡ്രത്ത് അവരെ കൂടെ നിൽക്കാൻ പറ്റി. അത് വലിയ സന്തോഷം. ഇപ്പോൾ അവളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. എല്ലാം നമുക്ക് അനുകൂലമായി വന്നു അല്ലെ? കാലം അങ്ങനെ അനുകൂലമാക്കി. ഒരുപാട് അനുഭവിച്ചിരുന്നു. അതിന്റെയൊക്കെ ഒരു മാറ്റം ആ മുഖത്തെ ചിരിയിലുണ്ട്. ദിയ ഇനി എന്താകണമെന്നാണ് ആഗ്രഹം? അല്ലെങ്കിൽ ദിയയെ കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ എന്താണ്? പ്രത്യേകിച്ച് ഈ ഒരു എന്തായാലും ഒരു സ്പെഷ്യൽ ചൈൽഡ് ആണ് അല്ലെ? തീർച്ചയായിട്ടും നമ്മളൊരു ചരിത്രത്തിന്റെ ഭാഗം എന്നൊക്കെ പറയാം സദ്യയെ കുറിച്ച്. എന്താണ് സ്വപ്നങ്ങൾ? ഞങ്ങള് പ്രത്യേകിച്ച് ഇപ്പൊ സ്വപ്നങ്ങളൊന്നും വെക്കുന്നില്ല. ഞങ്ങള് എല്ലാം പഠിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹക്കാരാ. ഇപ്പം അവള് വലുതായിട്ട് അവൾക്ക് തീരുമാനിച്ചിട്ട് അവള് പോട്ടെ എന്നുള്ളൊരു ചിന്താഗതിക്കാരാ ഞങ്ങൾ രണ്ടുപേരും. ഇപ്പം എൻ്റെ കൂടെ ഡാൻസ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഞാൻ യോഗ ഒക്കെ എടുക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പം പിള്ളേർക്ക് യോഗ എടുക്കുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ട് എൻ്റെ കൂടെ യോഗ അവർ ചെയ്യുന്ന പോലെ ഇപ്പം എല്ലാം ചെയ്യും, നന്നായിട്ട് ചെയ്യും. ഡാൻസ് ഇപ്പം കഴിഞ്ഞ ഇന്റർവ്യൂവിലൊക്കെ എനിക്ക് തോന്നുന്നു അവള് ഓരോ മുദ്രകളൊക്കെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന. അപ്പം വീട്ടിലായാലും എങ്ങനെയാ അമ്മ എങ്ങനെ ഡാൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ജിയ അമ്മ എങ്ങനെയാ ഡാൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ അവളുടേതായിട്ടുള്ള ആക്ഷൻ ഭയങ്കരമായിട്ട് അവള് ഇതാക്കും. അപ്പം ഡാൻസും എല്ലാം പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി വലുതായി വരുമ്പോ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച്. സെഹദിന് കൂടുതലും പപ്പ പപ്പ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ചെറുപ്പത്തിലെ അങ്ങനെയാണ് വിളിക്കുന്നത് പപ്പാന്ന്. എന്നെ കൂടുതലും എല്ലാരും പേര് സിയ എന്ന് വിളിക്കുന്ന പേര് കേട്ടിട്ട് എന്നെ കൂടുതലും സിയ എന്നാണ് അവൾ എന്നെ വിളിക്കുന്നത്. എന്തെങ്കിലും കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൾ അമ്മ എന്ന് വിളിക്കും. ഇപ്പം എന്തെങ്കിലും ഫുഡ് വേണം, അപ്പൊ അമ്മ എനിക്ക് അത് വേണം അമ്മ, അമ്മ എനിക്ക് ഇത് വേണം അമ്മ. അങ്ങനെ എന്തെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചോക്ലേറ്റ്സ്, ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുന്നത് ഞാൻ കുറച്ച് ബാക്കോട്ടാണ്. ഞാൻ ഈ ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുന്നില്ല. അപ്പം ഈ സമയത്ത് തന്നെ ഇന്നലെ തന്നെ ഞാനൊരു ഇന്റർവ്യൂവിൽ പോയ സമയത്ത് അവിടുന്ന് ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ഒരു ചോക്ലേറ്റ് കൊടുത്തു. ആരെന്നല്ല, ആര് കൊടുത്താലും ഇപ്പൊ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ മിഠായി കൊടുക്കുന്ന സമയത്ത് ആദ്യം അവള് വേണ്ടാന്ന് പറയും. എന്നിട്ട് ഞാൻ വാങ്ങിച്ചോ എന്ന് പറഞ്ഞാൽ മാത്രമേ അവളിപ്പോൾ അത് വാങ്ങിക്കുള്ളൂ. അങ്ങനത്തെ ഒരു ഇതിലോട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകുന്ന കാര്യത്തിലായാലും ഇപ്പൊ അടുത്ത വീട്ടിലോട്ട് പോവുകയാണ് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ വിളിക്കുവാണെങ്കിൽ ആദ്യം വിളിച്ച്, ഞാൻ അറിയാതെ അവൾ പോയി കഴിഞ്ഞ് പിന്നെ വന്ന് ഞാൻ ഇനി അങ്ങനെ പോവരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വിളിച്ചു കഴിഞ്ഞാൽ അവരടുത്ത് പറയും, ഇല്ല സിയാമ്മ അടിക്കും. തീർച്ചയായിട്ടും സിയാമ്മ അടിക്കും, ഞാൻ വരൂല എന്ന് പറയും അവള്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കും, പിന്നെ അമ്മ പോട്ടെ അമ്മ. അപ്പൊ ചെറിയ പിള്ളേരുടെ വീടാണെങ്കിൽ ആ കുഞ്ഞിന്റെ വീട്ടിലോട്ട് ഞാൻ പോട്ടെ അമ്മ എന്ന് ആ പേര് പറഞ്ഞിട്ട് ഞാൻ പോട്ടെ അമ്മ പോട്ടെ എന്ന് പറയും. അപ്പൊ ഞാൻ ആ പൊക്കോ എന്ന് പറയുമ്പോൾ മാത്രമേ പോവുള്ളൂ. അങ്ങനത്തെ ഒരു ഇതിലോട്ട് റൊട്ടീനിലോട്ട് വന്നു. നമ്മൾ ആ സഹദിന്റെ പ്രഗ്നൻസി ടൈമിലെ ആ ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ, അത് നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിപ്പിച്ച് സിയ ആ വയറിൽ പിടിച്ചു നിൽക്കുന്ന ഒരു വിഷലുണ്ടായിരുന്നു. അത് തിരിച്ച് സബിയെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സിയയുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഒരു സംശയം ഇല്ലാതിരുന്നൊരു കാര്യമാണ് സിയ ഒരു കംപ്ലീറ്റ് മദറായി മാറുക, അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ടും ഒരു അമ്മയാകാൻ പറ്റുമെന്ന് ആ ചിരിയിൽ ആ മുഖത്തും ഉണ്ടായിരുന്നു. ആ എക്സൈറ്റ്മെന്റ് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. അത് വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു. ദൈവമേ, അതെനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ഫെബ്രുവരി 8-ാം തീയതി, ഞങ്ങൾക്ക് മാർച്ചിലായിരുന്നു ഡേറ്റ് ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നത്. പെട്ടെന്ന് അവന് ഷുഗറിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഫെബ്രുവരി 8-ന് ഞങ്ങൾ, അതിന് മുന്നേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ബേബി ഷവർ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മോം ടു ബി ഡാഡ് ടു ബി അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഒരു ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പ്ലാൻ ചെയ്ത വീക്കിലാണ് ഞങ്ങൾ നേരെ പോയി സ്കാൻ വെറുതെ ഡോക്ടറെ കാണാൻ ചെന്നതാ. പെട്ടെന്ന് അവിടെ അഡ്മിറ്റ് ആക്കി ഫെബ്രുവരി 8-ന്. അന്ന് പക്ഷേ മെഡിക്കൽ കോളേജിലെ ആ ഒരു സമയത്ത് സബിയ വന്ന ആ ഒരു 9:35 ആ ഒരു സമയത്ത് അവിടെ വേറെ ഡെലിവറി ഒന്നും അവിടെ അറ്റൻഡ് ചെയ്തിട്ടില്ല അവര്. ബാക്കിയുള്ള എല്ലാ ഡോക്ടേഴ്സും സഹദിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള ഒരുവിധം ഗൈനക്കോളജിസ്റ്റുകളെല്ലാം ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. കാരണം അത്രയും സ്പെഷ്യലായിരുന്നു അവർക്കും, ഈ ഒരു കുഞ്ഞ് അത്രയും സ്പെഷ്യലായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് അവള് ബർത്ത് ആയ സമയത്ത് നല്ല സൗണ്ടിൽ ഒരു കരച്ചിൽ ഞങ്ങൾ കേട്ടു. അപ്പോഴാണ് നേഴ്സ് വന്നിട്ട് പുറത്ത് വന്നിട്ട് പറഞ്ഞത്, സിയ ഒരു അമ്മയായിട്ടോ ഒരു കുഞ്ഞു മോള് വന്നു, മോളാണെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് വല്ലാത്തൊരു, എനിക്ക് തോന്നുന്നു അതും ആദ്യമായിരിക്കും ഈ പുറത്ത് നിന്നിട്ട് അമ്മയായി കേട്ടോ എന്ന് പറയുന്നത് ചരിത്രമാണ്. അങ്ങനെ തന്നെ അവിടുത്തെ നേഴ്സ് വന്ന്, തീർച്ചയായിട്ടും അവിടുത്തെ നേഴ്സ് വന്നിട്ട് എന്നോട് അങ്ങനെയാ പറഞ്ഞത്. കാരണം അവിടുത്തെ നേഴ്സുമാരൊക്കെ ഞങ്ങളോട് അത്രയും സപ്പോർട്ടീവായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, സിയ മോളെ നീ ഒരു അമ്മയായിട്ടോ സഹദ് പ്രസവിച്ചു, പെൺകുഞ്ഞാണ് എന്ന് പറഞ്ഞത്.
ആ ഒരു സമയം എനിക്ക് ദൈവമേ ഞാൻ കരഞ്ഞു പോയ സമയത്ത് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആ സഹദ് നമ്മൾ മുകളിലേക്കുള്ള സർജറി പൂർണ്ണമായില്ലായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് സബിയെ കിട്ടിയത്. അപ്പൊ ആ സർജറിയും നമുക്ക് മുലയൂട്ടാൻ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം ഞങ്ങൾക്കൊക്കെ തോന്നി. അതായത് നിങ്ങളുടെയൊക്കെ അഭ്യുദയകാംക്ഷ എന്ന നിലയിൽ ഞങ്ങൾക്ക് തോന്നി സബിയയ്ക്ക് അതുകൂടി വേണമായിരുന്നു, അതിനുശേഷം മതിയായിരുന്നു സഹദിന്റെ സർജറി എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നി? നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും സഹദ് അതിന് ഓക്കെയും ആയിരുന്നില്ല. കാരണം അതിന് മുന്നേ ഒരു 5 വർഷം മുന്നേ സഹദിന്റെ ബ്രസ്റ്റ് റിമൂവൽ സർജറി കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷം മുമ്പേ? അതെ, അതിനൊരു ഏകദേശം 2017 അങ്ങാണ്ട് അവന്റെ സർജറി നടക്കുന്നത്, ബ്രസ്റ്റ് റിമൂവൽ സർജറി കഴിയുന്നത്. അപ്പം അതിന് ഇത്രയും വർഷത്തിന് ശേഷമാണല്ലോ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ഇടുന്നതും ഇങ്ങനെ ക്യാരിങ് ആവുന്നതും ഒക്കെ. സോ പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നെ അതിലുപരി നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ നമുക്ക് മിൽക്ക് ബാങ്കിൽ നിന്ന് നമുക്ക് പാല് കിട്ടി. ബിയക്കുട്ടിക്ക് മദർ മിൽക്ക് 6 മാസത്തോളം നമുക്കത് കിട്ടി. കാരണം ആരോഗ്യമന്ത്രി വീണ ജോർജ് മാഡം അതിൽ നേരിട്ട് ഇടപെട്ടതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആരോഗ്യ മേഖലയിൽ ഉള്ള എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദി പറയാനുണ്ട്. സിയോട് വേറൊരു നന്ദി പറയാനുള്ളത് സബിയെ മാത്രമല്ല ആ സമയത്ത് നോക്കിയ സഹദിനെയും പൊന്നുപോലെ നോക്കേണ്ട സമയമായിരുന്നു അല്ലെ? അതിനുശേഷമുള്ള സഹദിന്റെ ആരോഗ്യ കാര്യങ്ങളും എല്ലാം നോക്കേണ്ടി വന്നില്ലേ? എങ്ങനെയുണ്ടായിരുന്നു മുന്നോട്ട് പോക്ക്? ഒന്ന് ഓക്കെ ആയി വന്നത്, അതിനുശേഷം സർജറി ഫുൾ ആയോ? ഇപ്പം യൂട്രസ് റിമൂവൽ അതിന് ശേഷമാണ് ചെയ്തത്. ഇനി അതിന് എത്ര സമയം വേണ്ടി വന്നു സിയ? അതായത് പ്രസവം കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1 ഇയർ വേണ്ടി? തീർച്ചയായിട്ടും. കാരണം നമുക്ക് നോർമൽ ഡെലിവറി അല്ല, അപ്പം സിസേറിയൻ ആയിരുന്നു. അത് ഡോക്ടേഴ്സ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇത് പോസിബിൾ ആവില്ല ചെയ്യുക എന്ന കാര്യങ്ങളൊക്കെ ആദ്യമേ അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇതിന് റെഡി ആവുന്നത്. അപ്പം സ്റ്റിച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് നമ്മളത് ചെയ്തത്. പിന്നീട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ സഹദിന്? ഇല്ല, ഇതുവരെ ശാരീരികമായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു യൂട്രസ് റിമൂവ് ചെയ്യണ്ട എന്നുള്ളൊരു സജഷൻ ഡോക്ടേഴ്സിനുണ്ടായിരുന്നു. കാരണം ചിലപ്പം ചെറിയ പ്രായമാണ്, അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരും ശാരീരികമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്നും വരാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും ഒന്നും വരില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആസ് എ കപ്പിൾ, സഹദ് എന്ന് പറഞ്ഞ സിയയുടെ കുഞ്ഞിനെ പ്രസവിച്ച് തന്ന സഹദ് എന്ന അച്ഛൻ, എങ്ങനെ അച്ഛൻ എത്ര പോയിന്റ് കൊടുക്കും, എത്ര മാർക്ക് കൊടുക്കും? അവനെന്ന് പറഞ്ഞാൽ ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു അമ്മയും അച്ഛനുമാണ് അവരുടെ ലൈഫിൽ. ഇപ്പം അതുപോലെ തന്നെ എനിക്കും ഒരു അമ്മയാവാനും അച്ഛനാവാനും ഉള്ളൊരു ഭാഗ്യം കിട്ടി വേണം, രണ്ടുപേർക്കും ഉണ്ട്. അപ്പം സബിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവള് പപ്പ എന്നാണ് ഓൾറെഡി വിളിക്കുന്നത്. അവനായിട്ട് ഭയങ്കര കൂട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അവളുടെ കൂടെ കുറഞ്ഞ സമയം ഉണ്ടാവാറുള്ളൂ, കൂടുതൽ സമയം സഹദാണ് കൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവനുമായിട്ട് ഭയങ്കര കൂട്ടാണ്, ഭയങ്കര കളിയാണ്, ചിരിയാണ് ആണ്. പിന്നെ അതുപോലെ തന്നെ ബിയമോൾക്ക് ഉറങ്ങുന്ന സമയത്ത് അവൾക്ക് ഇങ്ങനെ കാത് പിടിച്ചിട്ട് ഇങ്ങനെ 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 ആക്കുന്നൊരു സ്വഭാവം. അല്ലല്ല, ആരാണോ അടുത്ത് കിടക്കുന്നത്, ഒന്നെങ്കിൽ സഹദ് വേണം അല്ലെങ്കിൽ ഞാൻ വേണം എന്നുള്ള രീതിയിൽ അങ്ങനെ അവൾ ഉറങ്ങുന്നത്. അപ്പം കൂടുതൽ സമയം സഹദിന്റെ കൂടെ ആയതുകൊണ്ട് അവനായിട്ട് ഭയങ്കര കണക്റ്റഡാ ബിയക്കുട്ടി. അപ്പൊ ആ കാത് വേണം ഉറങ്ങാൻ? തീർച്ചയായിട്ടും. മാർക്ക് എത്രയെന്ന് പറഞ്ഞില്ല അച്ഛൻ? അത് ഞാൻ 100-ൽ 100 കൊടുക്കാം. തീർച്ചയായിട്ടും. കാരണം ഞങ്ങള് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. ഇപ്പം കുഞ്ഞെന്ന് പറഞ്ഞാല് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവള് ഈച്ചിടുന്ന സമയമായാലും മൂത്രയ്ക്കുന്ന സമയമായാലും നമുക്ക് എല്ലാ സമയവും പാമ്പേഴ്സ് ഇട്ടിട്ട് നമുക്ക് അവളെ വീട്ടിൽ ഇരുത്താൻ പറ്റത്തില്ല. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് സഹദിന്റെ അമ്മ കൂടെയുണ്ട്. ഫാമിലി ഉള്ളതുകൊണ്ട് അമ്മയാണ് പിന്നെ കൂടുതലും കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതും ചെയ്യുന്നതും എല്ലാം അമ്മയാണ്. അപ്പം അമ്മയ്ക്കും ഭയങ്കര ഒരു കണക്ഷനുണ്ട് ഞങ്ങളുടെ ഇതില്. അപ്പം ഞാനും സഹദും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ സഹദിന്റെ അമ്മ മസ്റ്റായിട്ട് ബിയുടെ കൂടെ വേണം. അമ്മാമ്മ എന്നാണ് വിളിക്കുക അവളെ. അപ്പം ഫാമിലി സപ്പോർട്ട് ഭയങ്കരം അല്ലേ? തീർച്ചയായിട്ടും. ഹോസ്പിറ്റലിലൊക്കെ അമ്മയായിരുന്നു സഹദ് ഇപ്പം ഇങ്ങനെ റെഡിയായി നിൽക്കാനും കാരണം അമ്മ തന്നെയാണ്. പ്രസവശേഷം കൂടെ നിന്ന് എല്ലാം ചെയ്തു കൊടുത്തതും കാര്യങ്ങളാക്കിയതും ഒക്കെ അമ്മ തന്നെയാണ്. അപ്പം ബിയന് ഫുഡിന്റെ കാര്യത്തിലായാലും ഒക്കെ ബയ്യനെ വളർത്തിയെടുക്കുന്നത് അമ്മ തന്നെയാണ്. അപ്പം ഞാൻ ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര പേടിയാണ്. എനിക്ക് അവൾക്ക് എന്തെങ്കിലും വരുമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരു ചിന്താഗതിക്കാരിയാണ് ഞാൻ. ഇപ്പൊ അവള് നന്നായിട്ട് കഴിക്കും. കാരണം നമ്മുടെ അമ്മമാരെന്ന് പറയുമ്പോൾ എത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറയും അവൾക്ക് അധികം ഫുഡ് കൊടുക്കണം, അമ്മ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫുഡ് കൊടുക്കണം, നന്നായിട്ട് തടി വെപ്പിക്കണം, അങ്ങനത്തെ ഉള്ള പഴയ ചിന്താഗതിക്കാരാ. അപ്പം വയറ് നിറഞ്ഞാലും കൊടുത്തോണ്ടേയിരിക്കും. അങ്ങനത്തെ ഈ
എന്താ പറയുക, അരമണിക്കൂർ അല്ലെങ്കിൽ മിനിറ്റിന് ഒന്നെങ്കിൽ പഴം തിന്നമ്മ, അമ്മയുടെ ചെല്ലം പിള്ളക്കാണ്, എല്ലാം പിള്ളക്കാണെന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്ത് നമ്മൾ വാങ്ങി കൊടുത്താൽ മതി, ബാക്കി എല്ലാം അമ്മ ചെയ്തോളും. അയ്യോ നമ്മൾ വാങ്ങി കൊടുക്കാൻ വേണ്ട, നമ്മൾ വാങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല. പപ്പയുണ്ട്, പപ്പ കടൽപ്പണിക്കാരനാണ്. അപ്പം പപ്പ മീൻ പിടിക്കാൻ പോയാൽ മീൻ കൊണ്ടുവരും. അതിന്റെ ഒരു ഗുണമുണ്ട് കേട്ടോ, അവള് നല്ല പച്ച മീൻ തിന്ന ട്രിവാൻഡ്രത്ത് വളരുന്നവള്. അതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങൾ അമോണിയ ഇട്ട മീനൊന്നും കൊടുത്താൽ കൊച്ചു കഴിക്കില്ല. സത്യം, അതൊരു പരമ സത്യമാണ്. കാരണം എന്താ വെച്ചാല് നമ്മള് കോഴിക്കോട് പോയി കഴിഞ്ഞ് മീൻ കൊടുത്ത് അവള് കഴിക്കത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ ഇവിടെ വന്ന് പപ്പ മീൻ പിടിക്കാൻ പോയി ഉച്ചയ്ക്ക് വരുമ്പോൾ കറക്കി മീൻ കൊണ്ടുവരുന്ന ആ മീൻ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് അമ്മ വേവിച്ചിട്ട് അവൾക്ക് കൊടുക്കും. അതാണ് അവളെ ഏറ്റവും കൂടുതൽ. അത് ഒരു എന്താ പറയാ, ഒരു വലിയ അയിലൊക്കെ ഇരിപ്പിന് അവളെ തിന്നു തീർക്കും. അയ്യോ, അത് പറയാണ്ട, നല്ല മീൻ കൊതിച്ചാ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. 3 പേരെയും കൂടി കിട്ടണമെന്നായിരുന്നു, പക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ സാധനം വരാൻ കഴിയാതെ പോയി. ഇല്ലെങ്കിൽ സബിയക്കുട്ടി കൂടി വന്നേനെ. എന്തായാലും നമുക്ക് 3 പേർക്ക് കൂടി ഒരു തവണ ഒന്നുകൂടി ഇരിക്കാൻ തോന്നുന്നു. അപ്പൊ എല്ലാവിധ ആശംസകളും. നിങ്ങളൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്, നിങ്ങൾ മുന്നേ നടക്കുന്നവരാണ്. നിങ്ങളെ കണ്ട് ഒരുപാട് പേർ നിങ്ങളുടെ വഴിയേ വരട്ടെ. അല്ലാതെ നെഗറ്റീവ് പറയുന്നവരെയൊക്കെ നമ്മൾ നേരത്തെ സിയ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും, അത് മതി നമുക്ക്, അങ്ങനെ മുന്നോട്ട് പോവുക. ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ചിരി എന്നും ഇങ്ങനെ മായാതെ നിൽക്കട്ടെ. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. താങ്ക് യു. ന്യൂസ് പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.